നമസ്കാരം. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലനാട് ചാനൽ തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി സ്ഥാനാർത്ഥിക്കൊപ്പം. ഏവർക്കും സ്വാഗതം. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PK ജയലക്ഷ്മി ഇന്നത്തെ പ്രചരണത്തിനായി ഇറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു. മാനന്തവാടി തവിഞ്ഞാൽ പഞ്ചായത്തിലെ കാട്ടിമൂലക്കടുത്ത് പാലോട്ട് തറവാട്ടിലാണ് ജയലക്ഷ്മിയുടെ വീട്. പാലോട്ട് തറവാട്ടിൽ നിന്നും ഇന്ന് പ്രചരണത്തിനുള്ള പരിപാടികളുമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജയലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഞങ്ങളൊരു വലിയൊരു കൂട്ടുകുടുംബമുള്ളൊരു വീടാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ഒരു മാമന്മാര്, അനിയൻ, അനിയത്തി ഒക്കെയാണ് ഉള്ളത്. മാമന്മാരുടെ കുടുംബം. ജയലക്ഷ്മി BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലാണ്. എവിടെയാണ് കോളേജിലൊക്കെ പഠിച്ചത്? മാനന്തവാടി ഗവൺമെന്റ് കോളേജിലാണ്. പിന്നെ +2 ഹൈസ്കൂളും തലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ പഠനകാലത്തൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു? അങ്ങനെ കോളേജിൽ KECയിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ പഞ്ചായത്ത് മെമ്പറായി. അന്നേരം നമ്മൾ KECയിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൽ എത്തി. 2005 തെരഞ്ഞെടുപ്പിൽ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. വീണ്ടും തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമാവുകയും ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തന പരിചയം ജനപ്രതിനിധി എന്ന നിലയിൽ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു രാഷ്ട്രീയത്തെക്കുറിച്ചും. നമ്മൾ പഞ്ചായത്തിൽ വന്നാൽ എന്താ ചെയ്യണമെന്നൊക്കെ. ഞാൻ വന്നതിന് ശേഷം നമ്മൾ പഠിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സേവനം ചെയ്യുക എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ പഠിത്തം കഴിഞ്ഞ് അങ്ങനെ വേറെ മേഖലയിലേക്കാണെങ്കിൽ പോവുകയാണെങ്കിൽ പോലും നമ്മൾ ജനങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതോട് നമ്മൾ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ, ബന്ധുക്കളും ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ കിട്ടുകയുണ്ടായി. നമ്മൾ ഒരു സേവനം ചെയ്ത് ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് ഇതിൽ വന്നതോടുകൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയലക്ഷ്മിയുടെ പിതാവ് കുഞ്ഞാമനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി UDF ശ്രമിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് ആ സ്ഥാനാർത്ഥിത്വം വേറെ ആൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ മകൾക്ക് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടിയതിൽ തറവാടിനാകെ ഒരു സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ മുൻ തലമുറകൾ പോലും അന്നും ഇന്നും കോൺഗ്രസ്സായി ജനിച്ച് വളർന്ന് മരിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു കുടുംബത്തിലെ ഒരു 200 പേരടങ്ങുന്ന വലിയൊരു കൂട്ടുകുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സാഹചര്യം എന്തൊക്കെ വരുമ്പോഴും പ്രത്യേക സാഹചര്യം അവർ രാഷ്ട്രീയമാരുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും കോൺഗ്രസിനെ വിശ്വസിച്ചും കോൺഗ്രസിനെ ജനിച്ചും ജീവിച്ചും മരിച്ചും കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. പാരമ്പര്യമായിട്ട് കോൺഗ്രസ് കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അതുപോലെ തന്നെ ആർച്ചറിയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് ജയലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ട്. സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ ജേതാവായിരുന്നുവെന്ന്. കൂടാതെ തന്നെ പഴശ്ശിരാജ എന്ന് പറയുന്ന വിഖ്യാതമായ സിനിമയിൽ ജയലക്ഷ്മിയുടെ സഹോദരങ്ങൾ അഭിനയിച്ചതായും അറിയുന്നുണ്ട്. ഉന്നം തെറ്റാതെ എഴുതി ശീലിച്ച ഈ ഒരു കായിക ക്ഷമത നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം പുറത്തെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾ പാരമ്പര്യമായി കിട്ടിയൊരു ഒരു ആയുധകലയാണ് അമ്പെയ്ത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോളേജ് തലത്തിലും നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ മത്സരിച്ചു. സംസ്ഥാന തലത്തിൽ മത്സരിച്ചപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസും യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിച്ചപ്പോൾ ചാമ്പ്യൻഷിപ്പ് അടക്കം കിട്ടി. 2 വർഷം തുടർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ സഹോദരങ്ങൾ നാഷണൽ മീറ്റിൽ വരെ പങ്കെടുത്ത് വിജയിച്ച് വന്ന ആളുകൾ 2 പേരും അതെ നല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങനെ പക്ഷെ എൻ്റെ ഒരു പാരമ്പര്യം ഞാൻ കാത്തു സൂക്ഷിക്കും. ജയലക്ഷ്മിയുടെ ആരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? പഴശ്ശിരാജ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? എൻ്റെ അനിയനും പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള 50 പേര് അവർ എൻ്റെ കുടുംബത്തിലുള്ള 50 പേരും പഴശ്ശിരാജ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. വളരെ ഒരു മാസത്തോളം നടന്ന സിനിമ ഷൂട്ടിങ്ങിൽ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു സമുദായം എന്ന് പറഞ്ഞത് നമ്മളങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ പ്രവർത്തിക്കാത്ത ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ഹരികര ഒരു സുപ്രഭാതം എൻ്റെ വീട്ടിൽ വന്നു. ഇങ്ങനെ പഴശ്ശിരാജ സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ നമ്മുടെ എൻ്റെ ഫാമിലിയിൽ ഒരു 50 പേരോളം ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അത് വരാനുള്ള കാരണം എൻ്റെ അനിയൻ നാഷണൽ മീറ്റിൽ
പിന്നെ പങ്കെടുത്തത് അന്ന് പിന്നെ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നത്. അപ്പോൾ അത് പിന്നെ മാതൃഭൂമി പത്രത്തിൽ നിന്ന് മദ്രാസിൽ നിന്ന് ഹരികരൻ സംവിധായകൻ കണ്ടു. അങ്ങനെയാണ് അന്വേഷിച്ച് എൻ്റെ മുന്നിൽ തന്നെയാണ് അവർ വന്ന് പെട്ടത്. ഞാനൊരു ദിവസം പഞ്ചായത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം പിന്നെ ഞാനിങ്ങനെ മാമ്പേൽ ബസ് ഇറങ്ങി നിൽക്കുമ്പം ഒരാളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു പാലോട്ട് തറവാട് എവിടെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പാലോട്ട് തറവാട്ടിലേക്ക് പോകുന്ന, എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ വന്നു എന്നോട് സംസാരിച്ചു, ഇങ്ങനൊരു ഇത് ആലോചിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ പത്രത്തിൽ നിങ്ങളുടെ അനിയൻ്റെ ചിത്രം കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് പിന്നെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ കുടുംബത്തിലൊക്കെ അങ്ങനെ ആലോചിച്ച് അവരെല്ലാവരും പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം ഹരിഹരനടക്കം വന്നു, കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെയാണ് പിന്നെ എല്ലാവരും എത്തിച്ചേർന്നു. അത് പിന്നെ എൻ്റെ ഏട്ടന് പിന്നെ ഇപ്പോൾ 1-2 സിനിമകളിൽ അഭിനയിച്ചു. വിനോദ് കുമാറാണ്. അവരത് പിന്നെ ഇപ്പോഴും നാഷണൽ മീറ്റ് ഒരുപാട് പ്രൈസ് കാലങ്ങളായി പ്രൈസ് അടക്കം വാങ്ങുന്ന ഒരു ചാമ്പ്യൻഷിപ്പ്, നല്ലൊരു പിന്നെ കലാകാരനും പിന്നെ നല്ലൊരു അമ്പെയ്ത്ത് ജേതാവും കൂടിയാണ്. ഏട്ടനാണോ ഇതിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രചോദനം? അല്ല, അത് കുടുംബത്തിലെല്ലാവർക്കും ഉണ്ട്. കുടുംബത്തിലെല്ലാവരും നമുക്ക് ഇതിന് ഒരു പ്രചോദനം തരുന്നുണ്ട്. ജയലക്ഷ്മിയെ പ്രചരണത്തിന് കൊണ്ടുപോകാനായി UDF പ്രവർത്തകർ ഇവിടെ മാമ്പേൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ജയലക്ഷ്മി എവിടെയൊക്കെയാണ് പ്രചരണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നത്? പേര് അയിനിക്കലൊരു മരണമുണ്ട്, ആ വീട്ടിലൊന്ന് പോകണം. പിന്നെ മാനന്തവാടി ടൗണിൻ്റെ അടുത്ത് പടയൻ എന്ന് പറഞ്ഞ അവരുടെ കുടുംബത്തിലൊരു മരണമുണ്ട്, അവരുടെ അടുത്തും പോകണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ രോഗികളെ സന്ദർശിക്കുക എന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ പയ്യമ്പള്ളി കോളനികളിലും പയ്യമ്പള്ളി മണ്ഡലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ജയലക്ഷ്മി വഴിയിൽ കണ്ടവരെയെല്ലാം അഭിവാദ്യം ചെയ്തു. വോട്ട് അഭ്യർത്ഥിച്ചും ആദ്യമെത്തിയത് മാനന്തവാടിയിലെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. അവിടെ പത്രങ്ങൾ വായിച്ചും ഒരു ദിവസത്തെ പ്രചരണ പരിപാടികൾ ചിട്ടപ്പെടുത്തിയും അല്പനേരം നേതാക്കളോടൊപ്പം ചിലവഴിച്ചു. ഓഫീസിൽ നിന്നിറങ്ങി നേരെ പോയത് ജില്ലാ ആശുപത്രിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നിറങ്ങിയ PK ജയലക്ഷ്മിയും UDF പ്രവർത്തകരും ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാനന്തവാടി ജില്ലാ ആശുപത്രിയിലാണ്. ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ജില്ലയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് ആരോഗ്യമേഖല. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും മാനന്തവാടി ജില്ലാ ആശുപത്രി ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. രോഗികളെയും കൂടെയുള്ളവരെയും കാണുവാനും പരിചയപ്പെടാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് PK ജയലക്ഷ്മി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ചികിത്സ തേടുന്ന ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പേരെ കാണാമെന്നുള്ളതുകൊണ്ടുമാണ് പ്രചരണത്തിനിടെ ഇവിടെ തെരഞ്ഞെടുത്തത്. രോഗികൾ, രോഗികളോടൊപ്പമുള്ളവർ, അവരെ കാണാനെത്തിയവർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എന്നിവരെയെല്ലാം പരിചയപ്പെട്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. ഏകദേശം 2.5 മണിക്കൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം സ്ഥാനാർത്ഥി PK ജയലക്ഷ്മി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് 3000-ലധികം പേരെയാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. അവരോട് നിന്ന് പരിചയപ്പെടാനും വോട്ട് അഭ്യർത്ഥിക്കാനും സാധിച്ചുവെന്നാണ് ജയലക്ഷ്മി പറയുന്നത്. ഏതായാലും ഈ ചർച്ചാ വിഷയം മുഖ്യ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ, ജില്ലാ ആശുപത്രി മുഖ്യ ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ജയലക്ഷ്മിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അഭിപ്രായം സ്ഥാനാർത്ഥിയുടെ? ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. വളരെ ശോചനീയ അവസ്ഥയാണ് ഈ ആശുപത്രിയിലുള്ളത്. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ
പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് സന്ദർശിച്ചപ്പോൾ ഓരോ രോഗികൾ കിടക്കുന്ന ഒരു ബെഡിൽ തന്നെ 2-3 പേരൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചു വന്നാൽ അതിൻ്റെ ബെഡ് സ്ട്രെങ്ത്തിൻ്റെ എണ്ണം നമ്മൾ കൂട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെയൊക്കെ മുന്നിൽ കാണുന്ന ഈ 2 കെട്ടിടങ്ങൾ, അതായത് ട്രോമോ കെയർ യൂണിറ്റിന് കഴിഞ്ഞ UDF ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ അനുവദിച്ച് ഈ കെട്ടിടത്തിൻ്റെ പണി വളരെയേറെ ശോചനീയ അവസ്ഥയിലാണ് കാണുന്നത്. അതുപോലെ ട്രോമോ കെയർ യൂണിറ്റിൻ്റെ ആ കെട്ടിടവും കാഷ്വാലിറ്റിൻ്റെ ആ കെട്ടിടവും ജയിച്ചു വന്നാൽ ആ 2 കെട്ടിടവും ഇതിൻ്റെ പ്രവർത്തനം വളരെ ത്വരിതഗതിയിൽ പണി തീർക്കുകയും അത് ജനങ്ങൾക്ക് സമർപ്പിക്കുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഏർപ്പെടുത്തുകയും അതിൻ്റെ പ്രഥമ പരിഗണന ഈ സ്ഥാപനത്തിന് നൽകുന്നു. പര്യടനത്തിനിടെ കല്യാണ വീടും മരണ വീടും സന്ദർശിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പതിവ് ജയലക്ഷ്മിയും തെറ്റിച്ചില്ല. ഒഴക്കോടിയിൽ പുല്ലാട്ട് മാത്യുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അവിടെയും മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിൽ മരിച്ച പടയൻ ആലിയുടെ വീട്ടിലും എത്തി ബന്ധുക്കളെയും നാട്ടുകാരെയും അനുശോചനം അറിയിച്ചു. പിന്നീട് നേരെ വിവാഹം നടക്കുന്ന കുഞ്ഞോത്തെ മൊട്ടമ്മൽ അമ്മദിന്റെ വീട്ടിലേക്ക്. ഉച്ചഭക്ഷണം കല്യാണ വീട്ടിൽ, ഊണ് വെജിറ്റേറിയൻ രീതിയിൽ. എന്നാൽ എല്ലായ്പ്പോഴും താൻ വെജിറ്റേറിയൻ അല്ലെന്നും ഇടയ്ക്ക് മത്സ്യം കഴിക്കുമെന്നും ജയലക്ഷ്മിയുടെ പക്ഷം. കുഞ്ഞോം മൊട്ടമ്മൽ അഹമ്മദിന്റെ മകൻ ബഷീറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്താണ് ജയലക്ഷ്മി ഇപ്പോൾ മാനന്തവാടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF മെമ്പർമാരുടെ യോഗമാണ് പാറക്കൽ ടൂറിസ്റ്റ് ഹോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിലാണ് സ്ഥാനാർത്ഥികളും UDF നേതാക്കളും പങ്കെടുക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രചരണവും പര്യടനവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് UDFന്റെ നേതാക്കൾ കൂട്ടലും കിഴിക്കലുമായി ഓഫീസിനുള്ളിലിരുന്ന് കാര്യങ്ങളൊക്കെ നീക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന UDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായ അഡ്വക്കേറ്റ് M വേണുഗോപാലുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷ? ഈ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ആരംഭിച്ചത്. അത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്താൻ സാധിച്ചു. ഞങ്ങൾ നിശ്ചയിച്ച അതേ തീയതിക്കുള്ളിൽ തന്നെ പഞ്ചായത്ത് കൺവെൻഷൻ പൂർത്തിയായി. 31-ാം തീയതിക്കുള്ളിൽ മുഴുവൻ ബൂത്തുകളും നിലവിൽ വരികയാണ്. ആദ്യമായിട്ട് 1-ാം തീയതി എല്ലാ നേതാക്കളും അവരവരുടെ ബൂത്തുകളിൽ ഭവന സന്ദർശനം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ UDFന് ഈ രീതിയിൽ ഐക്യത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തവണ ഒത്തൊരുമയോടുകൂടി 1-ാം തീയതി തന്നെ മുഴുവൻ വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ മുഴുവൻ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രചരണ രംഗത്ത് സിറ്റിംഗ് MLAയോടാണ് മത്സരിക്കുന്നതെന്ന തികഞ്ഞ ബോധ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജയലക്ഷ്മി. എന്ന് മാത്രമല്ല, വളരെ പക്വതയുള്ള, പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിക്കുന്ന ഒരു കുട്ടിയെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നതെന്ന അഭിപ്രായം അവർക്ക് ഒരാഴ്ച കൊണ്ട് രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് UDF വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയതിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രശ്നവും ഐക്യ ജനാധിപത്യ മുന്നണി മാനന്തവാടിയിൽ ഇപ്പോൾ നേരിടുന്നില്ല. മുന്നണിക്കകത്ത് ഐക്യം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് ഐക്യമുണ്ട്. പ്രവർത്തകർ ഒറ്റക്കെട്ടായി നീങ്ങുന്നുണ്ട്. എല്ലാ രീതിയിലും ത്രിതല പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും തന്നെ ത്രിതല പഞ്ചായത്ത് മെമ്പറാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് വളരെ ഐക്യദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്.
മറ്റ് സാഹചര്യങ്ങൾ നമുക്കറിയാം. സാമ്പത്തിക മേഖലയിൽ, കാർഷിക മേഖലയിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന പദ്ധതികൾ കർഷകരിൽ പുതിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലുള്ള തിരിച്ചടിയൊന്നും UDF ഭയപ്പെടുന്നില്ല. കാർഷിക മേഖല UDFന് നല്ല പിന്തുണ ഈ തവണ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുന്നണിക്ക് വോട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ 4,75,000 കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് കർഷക സംഘടനകൾ മനസ്സിലാക്കുമെന്നും അതുകൊണ്ട് തന്നെ FRF, ഇൻഫാൻ തുടങ്ങിയ കർഷക സംഘടനകളുടെ പിന്തുണ ഈ തവണ UDFന് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഐക്യജനാധിപത്യ മുന്നണി ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ജയലക്ഷ്മി ഇപ്പോൾ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും പ്രദേശങ്ങളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം പയ്യമ്പള്ളിയിലെ പ്രദേശവാസികളെ കാണാനായി പയ്യമ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മലനാടിലെ പ്രേക്ഷകരുമായി ജയലക്ഷ്മി തന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എന്താണ് ഈ മാനന്തവാടി നിയോജക മണ്ഡലത്തെക്കുറിച്ച് ജയലക്ഷ്മിക്കുള്ള ഒരു വികസന സ്വപ്നം? ഈ നാടിന്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ സ്വപ്നം. ഈ നാട്ടിലെ അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങൾ, പിന്നെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഈ കഴിഞ്ഞ UDF ഭരണകാലത്തും പിന്നീട് LDF ഭരണകാലത്തും ആദിവാസി ഭൂപ്രശ്നവും ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകുമെന്നുള്ള ഒരു പ്രധാന വിഷയം ചർച്ചയാവുകയും മുത്തങ്ങ അടക്കമുള്ള സമരം അന്ന് നടക്കുകയും പിന്നീട് AKSന്റെ നേതൃത്വത്തിൽ ഭൂസമരം LDF ഭരണകാലത്തും നടക്കുകയും ഉണ്ടായി. ഈ UDF ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ജയലക്ഷ്മി MLA ആയി വന്നാൽ ഈ ഭൂപ്രശ്നം, വയനാട്ടിലെ ആദിവാസികളുടെ ഭൂപ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആദിവാസി ഭൂമി പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാനാവുന്നതല്ല. എന്തായാലും UDF ഗവൺമെന്റ് വന്നാൽ 5 വർഷത്തിനുള്ളിൽ ഭൂമിയില്ലാത്ത ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഭൂമിയില്ലാത്ത മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിനും അവർക്ക് പിന്നെ ഭൂമി മാത്രമല്ല വീടും കൂടി കൊടുക്കുന്നതിന് എൻ്റെ ഭാഗത്തുനിന്ന് നല്ല പരിശ്രമം ഉണ്ടാകും. അത് ഞാനൊരു പട്ടികവർഗ കുടുംബത്തിൽ ജനിച്ച വനിത എന്ന നിലയിൽ അവരുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും എൻ്റെ ഭാഗത്തുണ്ടാകും. വയനാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കാർഷിക പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് കടാശ്വാസമൊക്കെ കൊണ്ടുവന്നെങ്കിലും സമ്പൂർണ്ണ കടാശ്വാസം പ്രാവർത്തികമാകാത്തതിനാൽ കർഷകർക്ക് വേണ്ടത്ര ഗുണം ലഭിച്ചില്ല. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷനും ഇവിടെ നിന്നിരുന്നു. ഇപ്പോഴും അത് കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടാശ്വാസം കൊണ്ട് മാത്രം ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാർഷിക കടാശ്വാസം മാത്രം കൊണ്ടുവന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ അവർക്ക് പിന്നെ പലിശരഹിതമായ വായ്പകളും മറ്റും കൊടുത്ത് കാർഷിക മേഖലയിൽ ഒരു പുനരുദ്ധാരണം കൊണ്ടുവരുന്നതിന് UDF ഗവൺമെന്റും ഞാനും ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൽ ഞാൻ ചെയ്യും. ഇപ്പോൾ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മറ്റ് പുരുഷ സ്ഥാനാർത്ഥികളോടാണ് UDF സ്ഥാനാർത്ഥിയായ ജയലക്ഷ്മി ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ഉന്നമനം ഇവിടെ നിന്നും സ്ത്രീകൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ജയലക്ഷ്മിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം ഈ സാമൂഹ്യക്ഷേമ രംഗത്ത് സ്ത്രീകൾക്കും വിദ്യാഭ്യാസ രംഗത്തും സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന നൽകാൻ കഴിയുമെന്ന് സ്ഥാനാർത്ഥിയായി ജയലക്ഷ്മി പ്രതീക്ഷിക്കുന്നുണ്ടോ? സമൂഹത്തിൽ സ്ത്രീകളുടെ എല്ലാ അവകാശ പോരാട്ടങ്ങളിലും ഞാൻ മുൻപന്തിയിലുണ്ടാവും. അതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനവും ജനശ്രീ പ്രസ്ഥാനമൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് ഞാൻ മുന്നിലുണ്ടാവും. അതോടൊപ്പം പിന്നെ സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മൈക്രോ ഇൻഷുറൻസ്, മൈക്രോ ഫിനാൻസസ് അങ്ങനെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും. ഓക്കെ, ഇപ്പോൾ പയ്യമ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള UDF പ്രവർത്തകരും. ചായ കുടിക്കണോ? ചേച്ചിക്കുണ്ടാ ചായ? പയ്യമ്പള്ളിയിൽ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ പ്രചരണം. തുടർന്ന് പയ്യമ്പള്ളി ടൗണിലും സെന്റ് കാതറൈൻസ്
പള്ളിയിലും കോൺവെന്റിലും സന്ദർശനം നടത്തി. വൈകുന്നേരത്തോടെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക്. വന്നാട്ടെ UDF-ൽ അണിയായി ഈ നാട്ടിലെങ്ങും ജൈവിളികളാ നല്ല നേട്ടമുള്ള വികസനങ്ങളാ. വന്നാട്ടെ UDF-ൽ അണിയായി ഈ നാട്ടിലെങ്ങും ജൈവിളികളാ നല്ല നേട്ടമുള്ള വികസനങ്ങളാ. ഗ്രാമം തോറും ക്ഷേമം പോകാൻ വോട്ട് ചെയ്യൂ UDF-നായി. പഞ്ചായത്തിൽ പട്ടണത്തിൽ UDF ഭരണമെത്തുവാൻ. മാനന്തവാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ജയലക്ഷ്മി തന്റെ രണ്ടാം ഘട്ട പ്രചരണം പകുതി വഴിയിലായപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ജയലക്ഷ്മിയുടെയും UDF പ്രവർത്തകരുടെയും പ്രതീക്ഷ ഫലം കാണുമോ എന്നറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.